തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണ സമിതി രൂപീകരിച്ച ഹൈന്ദവ സംഘടനകൾ. ഹൈന്ദവ സംഘടനയുടെ സംയുക്ത യോഗത്തിലാണ് സമിതിയെ നിയോഗിച്ചത്. ഹൈക്കോടതി സീനിയർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സി രാജേന്ദ്രനാണ് സമിതിയുടെ സെക്രട്ടറി. വിവരങ്ങളുമായി എം മനോജ് ഉണ്ട്. മനോജ്, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തൃശൂർ പൂരത്തിന്റെ ഇടയ്ക്കുണ്ടായ ഈ അലങ്കോലപ്പെടുത്തിയ സംഭവങ്ങളൊക്കെ തന്നെ അന്വേഷിക്കാനാണ് ഹൈന്ദവ സംഘടനകൾ ചേർന്നുകൊണ്ട് ഇപ്പോൾ ഒരു അന്വേഷണ സമിതി, വസ്തുതാ അന്വേഷണ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. പൂരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഈ തിരുവമ്പാടി ഭഗവതിയുടെ മടത്തിൽ വരവ് നിർത്തിവെക്കേണ്ടി വരികയും അതുപോലെ ഇപ്പം തന്നെ വെടിക്കെട്ട് നടത്താൻ സാധിക്കാതെ വരികയും ചെയ്ത സാഹചര്യത്തിൽ ഈ പൂരത്തിന്റെ ആചാര അനുഷ്ഠാന ലംഘനം, അതുപോലെ തന്നെ പോലീസ് ലാത്തി ചാർജ് തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ, അതിന്റെ ഉത്തരവാദികൾ എന്നിവയെ സംബന്ധിച്ചും പൂരവും പൂരം പ്രദർശനം എന്നിവയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ചും അന്വേഷണവും പഠനവും നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് ഈ ഹൈന്ദവ സംഘടനകളുടെ സംയുക്ത യോഗം ഈ സമിതിയെ നിയോഗിച്ചിട്ടുള്ളത്. റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള PN രവീന്ദ്രൻ ചെയർമാനും അതോടൊപ്പം ജസ്റ്റിസ് A ഹരിപ്രസാദ്, P വേണുഗോപാൽ IAS, ഡോക്ടർ M ലക്ഷ്മികുമാരി തുടങ്ങിയവരാണ് ഈ സമിതിയിലെ അംഗങ്ങൾ. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ഈ തൃശൂർ പൂരം നടത്തിപ്പിന് പല പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വരും വർഷങ്ങളിൽ തൃശൂർ പൂരത്തിന്റെ ആചാരാനുഷ്ഠാന പൂർണ്ണവും സുഗമമായ നടത്തിപ്പിന് വേണ്ടി അന്വേഷണം നടത്തി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടി ഈ യോഗം, ഈ സമിതിയെ നിയോഗിച്ചിട്ടുള്ളത്. എന്തായാലും തൃശൂർ പൂരത്തിന് പോലീസിന്റെ ഇടപെടൽ കാരണം ഉണ്ടായിട്ടുള്ള ഈ അനിഷ്ട സംഭവങ്ങളൊക്കെ തന്നെ ഈ സമിതി അന്വേഷിക്കും. അതിൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് തീരുമാനം. മനോജാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണ സമിതിയെ രൂപീകരിച്ചിരിക്കുകയാണ് ഹൈന്ദവ സംഘടനകൾ.